ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ വീഡിയോ എന്നറിയോ? ഇന്ന് നമ്മുടെ കർക്കിടക മാസം വരില്ല, അപ്പൊ അതിന്റെ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ ഞങ്ങൾ 2 ദിവസമായിട്ടാണ് ക്ലീനിങ് ചെയ്തത്. അപ്പോൾ കാണാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇതാ ഞങ്ങൾ രണ്ടാളും കൂടി കേട്ടോ ക്ലീനിങ് ഒക്കെ തുടങ്ങിയത്. അപ്പോൾ ഇത് പണിമുടക്കുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ കരുതി ഇന്ന് എന്തായാലും മുഴുവനായിട്ടൊന്നും ക്ലീൻ ചെയ്യണ്ട, ഇന്ന് കുറച്ച് ക്ലീൻ ചെയ്യാൻ, നാളെ എന്തായാലും ഓരോക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾക്ക് അലമാരിയും കട്ടിലൊക്കെ പിടിച്ചിടാൻ എന്തായാലും ഓലുണ്ടാകുമ്പോൾ എന്തായാലും മുകളിലേക്കൊക്കെ കയറുമ്പോൾ ഇന്ന് കുറച്ച് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡൈനിങ് ഹാളിൽ കർട്ടനൊക്കെ മാറ്റി, എന്നാൽ പിന്നെ കർട്ടനൊക്കെ മാറ്റി വെച്ചാൽ നാളെ ഞങ്ങൾക്ക് രാവിലെ തന്നെ അത് അങ്ങോട്ട് തിരുമ്പാലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണുന്ന തുണിയൊക്കെ എന്താണെന്ന് വിചാരിക്കേണ്ട ഇങ്ങനെ കൂട്ടിയിട്ടത് ഞങ്ങൾ ഇപ്പം വെയിലിറക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് പുറത്തും നല്ല മഴയായപ്പോൾ എന്താ എല്ലാ വീട്ടിലും കാണുമല്ലോ ഇതുപോലെ അയലൊക്കെ കെട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ അയലൊക്കെ ഡൈനിങ് ഹാളിലൊക്കെ കെട്ടിയിട്ടാണ്. കാരണം ഞങ്ങൾ 7 പേരില്ലേ വീട്ടിൽ, ഇത് എല്ലാ ദിവസവും ഈ 7 ആളെയും ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് ഉണങ്ങണ്ടേ. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് ഡൈനിങ് ഹാളിലും അടുക്കളയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അയലൊക്കെ കെട്ടിയത്. അപ്പോൾ അവിടെയൊക്കെ ഉണക്കാടുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഞങ്ങളിതാ മെയിനായിട്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ജനവാതിൽ, വാതിൽ അതൊക്കെയാണല്ലോ തുടയ്ക്കുക. അപ്പോൾ ഞങ്ങൾ കരുതി ഡൈനിങ് ഹാളത്തെ ജനവാതിലും വാതിലും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഡൈനിങ് ഹാളത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റൂമത്തെയാണല്ലോ. അപ്പോൾ പിന്നെ അവിടെയാണല്ലോ ഈ അലമാരയും സാധനങ്ങളൊക്കെ പിടിച്ചിടാനും മാറ്റിയിടാനും ഒക്കെ ഉള്ളത്. അത് നാളെ ആക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് കഴിയുന്ന ആദ്യത്തെ പണികളൊക്കെ ഞങ്ങൾ ആദ്യം ചെയ്യാട്ടോ. പിന്നെ ഈ പെണ്ണുങ്ങൾക്കുള്ള പൊതുവേ ഉള്ളൊരു സ്വഭാവമാണല്ലോ മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞ ഒരു മടി. കഴിഞ്ഞ വർഷം വരെ ഞാനും ദൈവം ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം നാളെ ഒരിക്കൽ ലീവാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ അങ്ങോട്ട് മാറ്റി. അപ്പോൾ പിന്നെ പിറ്റേ ദിവസമാണ് ഇത് അമ്മേൻ്റെ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം. എല്ലാവരും ഓരോരോ സ്ഥലം ഇങ്ങനെ വൃത്തിയാക്കുക. അച്ഛനും അമ്മയും കൂടെ അവിടെയൊക്കെ ഓരോ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നന്നാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ വെയിലിറക്കേണ്ടേനി കേട്ടോ. നമ്മൾ ഇവമോള് ഒന്ന് മൂത്രമൊഴിച്ചൊക്കെ റെഡിയാക്കി വെച്ച ബെഡാണിത് കുറച്ചൊക്കെ. അപ്പോൾ അത് വെയിലത്തിടാൻ വേണ്ടി കൊണ്ടുപോവുകയാണേ. ഞാനും ദേവും കൂടെ ആണ് ഏറെക്കുറെ ഇത് വെയിലത്തിടൽ. ഇപ്പോൾ ഇന്നൊരു വെയിൽ കണ്ടപ്പം അങ്ങോട്ട് ഇടാന്ന് കരുതിയപ്പോൾ അതൊക്കെ വെയിലത്തേക്ക് ഇടുകയാണ്. റൂം ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ നന്നാക്കിയാലും ഉണ്ടാവുക. മെയിനായിട്ട് പൊടിയാണ് ഉണ്ടാവുക. റോഡ് സൈഡാണ് വീടായതുകൊണ്ട് മെയിനായിട്ട് പൊടി തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഇതാ അച്ഛനും മോളുമുള്ള പ്രഹസനങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. എന്തായാലും ക്യാമറ കണ്ടാൽ മൂക്കും അച്ഛനും കുറച്ച് പ്രഹസനമേറിയ. അതുപോലെ ഏട്ടനും അനാശും കൂടെ അതൊക്കെ എടുത്ത് വെയിലത്തേക്ക് ഇട്ട്. പിന്നെ ഐഡിയ രണ്ടാക്കില്ലാത്തതുകൊണ്ട് അമ്പിൾ പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാനാണ് മുൻകൈ നിന്നിട്ട് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് റെഡിയാക്കുക, അല്ലെങ്കിൽ ഇപ്പം അത് കീറും. പിന്നെ എൻ്റെ ആദ്യത്തെ ഐഡിയ ആണ്. ചെറിയൊരു ഓട്ടയൊക്കെ അതിന് വീണ് ഇതിൻ്റെ മുന്നത്തെ നന്നാക്കലുമുണ്ട്. പിന്നെ അമ്മ പിന്നെ അമ്മേൻ്റെ അകമൊക്കെ പിന്നെയും തുടച്ച് ജനവാതിലും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയൊക്കെയാണ് കേട്ടോ. പിന്നെ സകലരും പണിയിലാണ് കേട്ടോ. എല്ലാവരും അമ്മയും അച്ഛനും ഏട്ടനും ദേവും ഞാനും ഭാഗ്യവതിയായ ഓള് മാത്രമൊന്നുമില്ല. ഈ ഓഡിയോ ഞാൻ ഇടാൻ കാരണം ഇപ്പോഴത്തെ ഒരു വൈബ് എന്താണെന്ന് ഇവിടുത്തെ മനസ്സിലാവേണ്ട, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓഡിയോ ഇട്ടത്. പാട്ടൊക്കെ വെച്ച് നല്ല ഫുൾ സെറ്റാണ് എല്ലാവരും. പാട്ട് കേട്ട് കഴിഞ്ഞ് പണിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണല്ലോ. സമയം പണീൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാവില്ല, ഇന്നാ പണിയൊക്കെ നടക്കും ചെയ്യും. പിന്നെ ഇന്ന് ഇവരുള്ളത് കൊണ്ട് ഇവർക്കും മനസ്സിലായി. ഇവരൊക്കെ ഒരു വർത്താനുണ്ട്, ഇങ്ങൾക്ക് എന്താ ഇവിടെ പണി, ഇതെപ്പോഴും ചെയ്യുന്നൊരു പണിയല്ല, പക്ഷെ എന്നാലും ഇവർക്കൊരു വിചാരമുണ്ട് ഇവർക്ക് എന്താ ഇവിടെ പണിയില്ലായിക്കാൻ. ഇപ്പം മനസ്സിലായി എന്തൊക്കെയാണ് ഇവിടെയുള്ള പണി. പിന്നെ കട്ടിലൊക്കെ നിർത്തിയിട്ട് അതിൻ്റെ ഇടയിൽ ഡാൻസും കുത്തൊക്കെ കണ്ടല്ലോ. പിന്നെ കട്ടിലൊക്കെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാൻ. ഇങ്ങനെയാണല്ലോ കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാരുടെ സ്ഥലത്ത് ഇങ്ങനത്തെയൊക്കെ പരിപാടി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കും. അതിൻ്റെ ഇടയിൽ അങ്ങനെയാണല്ലോ ഓരോ സാധനങ്ങൾ നന്നാക്കി വെക്കുമ്പോഴാണല്ലോ വേറെ പല സാധനങ്ങളും തിരിച്ച് കിട്ടുക. അപ്പോൾ ഇത് ഏട്ടൻ്റെയും ദേവുവിൻ്റെയും കല്യാണത്തിൻ്റെ ഫ്ലെക്സിൻ്റെയാണ് കേട്ടോ. ഇപ്പം ഞങ്ങളതും കാണാം. ഞങ്ങൾ അലമാരിൻ്റെ മുകളിൽ നോക്കിയപ്പോൾ ഞങ്ങളതും കിട്ടിയിട്ടോ. ഇത് കണ്ടപ്പം ചെറിയൊരു നൊസ്റ്റു, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു എന്നുള്ളേ.
പിന്നെ എത്ര സ്ഥലത്ത് ഇതുപോലത്തെ ഇതുണ്ടെന്ന് അറിയില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചത് എപ്പോഴും നമ്മുടെ വീട് ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾക്കൊരു ഒക്കെ ഒന്ന് വീട് ഫുള്ള് വൃത്തിയാവണമല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം ഇത് മുഴുവനായിട്ട് വൃത്തിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്തായാലും ചെയ്യില്ല. അപ്പം അല്ല, ഒരു വർഷത്തിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇപ്പം നമ്മൾ വൃശ്ചിക മാസം, ഞങ്ങളൊക്കെ വൃശ്ചിക മാസത്തിന് മുന്നേ, അതുപോലെ കർക്കിടക മാസം അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതുപോലെ ഒരു വൃത്തിയാക്കലുണ്ടാവും. അപ്പം എന്താ, നമ്മുടെ വീടൊന്ന് വൃത്തിയാവുമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുക്കിങ്ങും കൂടെ നടക്കേണ്ട കേട്ടോ, എന്നാലേ അല്ലെങ്കിൽ പള്ള പൈക്കൂലേ. അപ്പം ഇതിൻ്റെ കൂടെ ആ ക്ലീനിങ്ങും കൂടെ കുക്കിങ്ങും കൂടെ നടന്നാലേ നമുക്ക് പള്ള പൈക്കുമ്പോൾ എന്തെങ്കിലും തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശരിക്കും ഇത് ആസ്വദിക്കുകയാണെന്ന് തന്നെ പറയാം നമ്മുടെ പണിമുടക്ക്. കാരണം ചിക്കൻ ചണ്ടിക്കോഴി മേടിച്ചിട്ടുണ്ട്, അത് വറുത്തരച്ച് കറി വെക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ചിക്കൻ പൊരിക്കുന്നുണ്ട്, പിന്നെ പിന്നെന്താ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ചോറും ഇതൊക്കെ ഇതിന് ഞങ്ങൾ നല്ല ആസ്വദിക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം അത്രയ്ക്കും പണി. പൊടി മെയിനായിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഒക്കെ ക്ലീനായിട്ട് അവസാനം കാണിക്കുകയാണേ. അപ്പോൾ മെയിനായിട്ടുള്ള ഞങ്ങളെ റൂം, ഡൈനിങ് ഹാള് ഒക്കെ മെയിനായിട്ട് ക്ലീൻ ആക്കൽ കഴിഞ്ഞ് ഇനി അടുക്കള, ഇനി ദേവുവിൻ്റെയും എനിക്കും കൂടെ ഉള്ള അടുത്ത പണിയാണ് അടുക്കളയാണ് കേട്ടോ. അപ്പോൾ ഇതാ പേട്ടൻ്റെയും ദേവുവിൻ്റെയും ഒക്കെ റൂം ഏകദേശം ക്ലീൻ ആക്കി കഴിഞ്ഞ്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോഴാണ് എനിക്ക് ഓർമ്മ, അയ്യോ അമ്മേൻ്റെ റൂം എടുത്തിട്ടില്ലല്ലോ എന്ന്. അത് ഇനി അടുത്ത വീഡിയോയിൽ നാളെ ഞങ്ങൾ അടുക്കള ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കാണിച്ചു തരേ. പിന്നെ ഇതാ ഹോളിലൊക്കെ കർട്ടനൊക്കെ തിരുമ്പി അപ്പോഴേക്കും ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടേ. പിന്നെ ഇതാ ഞങ്ങളെ റൂമും ഒന്ന് വൃത്തിയായി. അല്ലെങ്കിലും വൃത്തിയില്ല എന്നൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ അർത്ഥം. പൊടിയൊക്കെ ഒന്ന് പോയി, നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മെയിനായിട്ട് തട്ടി ഒക്കെ ഒന്ന് വൃത്തിയാക്കിയേ. അപ്പോൾ അതാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളെ ക്ലീനിങ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇതൊരു ദിവസത്തെ ഒരു 8 മണി മുതൽ ഒരു 1 മണി വരെയുള്ള പരിപാടിയായിരുന്നു കേട്ടോ ഇത്. കൂറ ലുക്കുന്ന ഞങ്ങൾ നല്ല ലുക്കിലേക്ക് വന്നിരിക്കുന്നു. കുളിച്ചു. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കേണ്ടത് കാണാം. സുന്ദരിമോള് മേല് കിഴങ്ങിയല്ലോ. ഹായ് പറ. അപ്പം എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നേ. അതെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ടാട്ടോ ഭക്ഷണം കഴിക്കണേ. ഇവമൊക്കെ ആദ്യം അമ്മ ഭക്ഷണം കൊടുത്തതാണ്. പക്ഷേ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇല ഇട്ട് ഭക്ഷണം കഴിക്കുകയാണല്ലോ. അപ്പോൾ ഓളും പറഞ്ഞ് എനിക്കും കഴിക്കണം എന്ന്. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്. നാളത്തെ ക്ലീനിങ്